പാതിക്കലൊരു തോടുണ്ടായിരുന്നു. ആ തോട്ടിൽ നമ്മൾ മീൻ പിടിക്കുമായിരുന്നു. അങ്ങനെയാണ് ഇത് തുടങ്ങിയത്. അത് തമാശ എന്നുള്ള രീതിയിൽ ചൂണ്ടിയിട്ട് കുറേ കഴിഞ്ഞ് ഇപ്പം ഞാനിത് ഉപയോഗിക്കാൻ വേണ്ടി ഒരു 10-30 കൊല്ലമായി. പണ്ടത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മീനിനെ പിടിച്ച് കഴിഞ്ഞാൽ അതിനെ എങ്ങനെയെങ്കിലും കയറ്റണം. ആകെ നമുക്ക് ലിമിറ്റേഷൻസ് ഒക്കെ ഭയങ്കര കുറവാണ്. ആകെ ഒരു നൂല് നമ്മൾ എടുക്കുന്നതൊക്കെ ഈ ചൂണ്ട ഇപ്പോൾ ഇത്ര ഉണെങ്കിൽ ഈ കാണുന്ന നീട്ടമായി കായ ഉണ്ടാകുന്ന നൂല്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇതിലേക്ക് ചെന്നപ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ ഒരു മെഷീനും ഒരു വടിയും ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് വെറുതെ ഇങ്ങനെ ആട്ടി വിട്ടാൽ മതി. ഇത് കണ്ട നമ്മൾ നെഞ്ചുപൊട്ടി എറിയണേൽ കൂടുതൽ ദൂരം പോകും. അതുകൂടാതെ കറക്കി എടുക്കുന്നത് ഇതേ കണ്ടില്ലേ, മെഷീനിലേക്ക് തന്നെത്താനെ ചുറ്റി കയറണേന്. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കെട്ടൊന്നും വീഴാൻ പോണില്ല. അത് കഴിഞ്ഞ് നമ്മൾ മീനിനെ പിടിച്ച് അകത്ത് കയറ്റി ഇട്ടതിന് ശേഷമാണെങ്കിലും തിരിച്ച് നമ്മൾ അതിലേക്ക് എറിയുമ്പോഴും ഈ സാധനത്തിനൊന്നും സംഭവിക്കുന്നില്ല. പണ്ടൊക്കെ നമ്മൾ തീറ്റയൊക്കെ എടുത്തിട്ടാണ്. ഇപ്പോൾ തീറ്റയുടെ ആവശ്യമൊന്നുമില്ല. ഇത് കണ്ടില്ലേ, ഒരു റബ്ബറിൻ്റെ ഒരു കഷ്ണമാണ്. ഇത് നമ്മൾ വെള്ളത്തിലിട്ട് വലിക്കുമ്പോൾ ഒരു മീൻ, ജീവനുള്ള മീൻ ഓടണേലും നല്ലതായിട്ട് ഓടുന്നത് കൊണ്ടാണ് ഇതിൽ മീൻ പിടിക്കുന്നത്. ഇത് ജാപ്പനീസ് പ്രൊഡക്റ്റാണ്. ഈ കാണുന്ന സാധനത്തിന് ഒരു 25 രൂപ വില തന്നെ ഉള്ളത്. ആ 25 രൂപ എന്ന സാധനത്തിൽ അവർ ഇതിൻ്റെ മണം, ഇതിൻ്റെ ഗുണം എല്ലാം കൊടുത്തിട്ടാണ് അവരിത് ഇറക്കിയേക്കണത്. ഇത് കഴിഞ്ഞ് ഇത് നമ്മൾ വെള്ളത്തിലിട്ട് 10 പ്രാവശ്യം മണിക്കും ഈ മണമൊക്കെ പോകുമെങ്കിലും ഇവൻ്റെ ബാക്കി ആക്ഷനിലാണ് ഈ മീൻ കയറി പിടിക്കണം. നമുക്കിത് പൊട്ടില്ല. ഇത് കണ്ടില്ലേ, മീൻ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വിട്ടുപോകാൻ വേണ്ടിയുള്ളൊരു സിസ്റ്റം ഉണ്ട്. ഇത് കണ്ട. അപ്പം മീൻ പെട്ടെന്ന് ടയേർഡും ആവും, നമുക്ക് മീൻ കിട്ടുകയും ചെയ്യും. കൂട്ടായ്മയുടെ എന്ന് പറഞ്ഞാൽ കൂട്ടായ്മകളിൽ തന്നെ ഓരോ ടൈപ്പ് നാടൻ രീതിയിലുള്ള മീൻപിടുത്തം, മറ്റേ വെറൈറ്റി മീൻപിടുത്തം, അൾട്രാ ലൈറ്റ് മീൻപിടുത്തം, വലിയ മീനെ പിടിക്കുന്നവർ മാത്രം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടിമീനെ പിടിക്കാനായിട്ട് ഉള്ള കുറേ ടീമുണ്ട്. അവർക്ക് വലിയ മീൻ പിടിക്കണം ഇഷ്ടമല്ല. അവർക്ക് ചെറിയ മീൻ പിടിക്കണം, ചെറിയ ചൂണ്ടയിക്കണം, ആസ്വദിക്കണം. പണ്ട് ഞാൻ ചൂണ്ടയും കൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ നാട്ടുകാരെല്ലാവരും എന്നെ നോക്കും. ഇന്നിപ്പം ഞാൻ ഞായറാഴ്ച ദിവസം പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എന്നെ പോലെ ഒരു 50 പേര് അവിടെ ഇവിടെ പല വഴിക്ക് ഓടുന്നതാണ് ഞാൻ കാണുന്നത്. അതാണ് വ്യത്യാസം. ഇതിൻ്റെ മെയിൻ സംഭവം സത്യം പറഞ്ഞാൽ കൊറോണയാണ്. കൊറോണ വന്നതോടെ ഭയങ്കര ട്രെൻഡിങ് ആയി പോയൊരു സാധനമാണിത്. അത് പാലാങ്കണ്ണി എന്ന് പറഞ്ഞ മീനാണ്. കണ്ടില്ലേ, അത് ഇപ്പം നമ്മൾ അതിനെ പിടിക്കാനാണ് വന്നതാണ്. പുള്ളിക്ക് കിട്ടിയതാണ് ഈ കാണുന്നത്. അത് നല്ല സൈസുള്ള സാധനമാണ്. കണ്ടില്ലേ, കറക്റ്റ് കോമ്പിനേഷനിൽ വന്നാലേ നമുക്ക് മീൻ പിടിക്കാൻ പറ്റുള്ളൂ. എല്ലാവരും നമുക്ക് ഇവർക്കൊന്നും ഇതിനെപ്പറ്റി അറിയാൻ പാടില്ല. അവരൊരു കടയിൽ പോകും, അവിടെ കടയിൽ ചെന്നിട്ട് ജസ്റ്റ് ഒരു സാധനം കൊണ്ട് മേടിച്ച് ഇങ്ങോട്ട് പോരും. പക്ഷെ അതിൻ്റെ കോമ്പിനേഷൻ കറക്റ്റ് ചെയ്ത് കൊടുത്താൽ ആർക്കും മീൻ പിടിക്കാം. അതിരുകളില്ലാത്ത സൗഹൃദത്തിൻ്റെ നൂലിഴകളും ആധുനികതയുടെ ചൂണ്ടകളുമായി നമ്മുടെ ജലാശയങ്ങൾക്ക് മുന്നിൽ ഇതുപോലെയുള്ള കൂട്ടായ്മകൾ ഒരുപാട് വിരിയുകയാണ്. ഇവരിവിടെ കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള മീൻ മാത്രമല്ല, ഇവിടെ വലിയൊരു സൗഹൃദത്തിൻ്റെ നിമിഷം കൂടിയാണ്. മനോജ് മാടശ്ശേരിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.